അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഒരു തട്ടിക്കൂട്ട് സ്പെഷ്യലാണ് കേട്ടോ. കേര 2 ദിവസം മുമ്പ് ഞാൻ പുളിയിട്ട് പറ്റിച്ച് വെച്ചേച്ച് കേട്ടോ. അതൊക്കെ പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഒരു കറി അതാണ്. പിന്നെ ഒരെണ്ണം ഞാൻ ചതച്ച മുളകില്ലേ, ചതച്ച മുളകൊക്കെ ഇട്ട് കൂർക്കാൻ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഒരു കറി. പിന്നെ ഇത് എൻ്റെ പൊന്ന് നെല്ലിക്കയാണ്, പൊന്ന് നെല്ലിക്ക. അതും കാന്താരി മുളകൊക്കെ ഇട്ട് എടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്. ഓ, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ കേട്ടോ. ഞാൻ 2-3 ദിവസം മുമ്പ് കേര പറ്റിച്ച് വെച്ചിരുന്നിട്ടാ, പുളിയിട്ട് പറ്റിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തു. ചട്ടിയാപ്പടി എടുത്തിട്ടാ. 2-3 ദിവസമായി ഇത്തിരി കൂട്ടിയായിരുന്നു, ബാക്കിയുള്ളത് ഇപ്പോൾ ചട്ടിയാപ്പടി എടുത്തു. അപ്പോൾ അതൊന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചൂടാക്കി. ഇതാണ് കേട്ടോ ഒരു കറി ഞങ്ങളുടെ ഉച്ചക്കത്തേക്ക്, കേര പുളിയിട്ട് പറ്റിച്ചത്. ഇന്നത്തെ ഫുഡിന് ഒരു സ്പെഷ്യൽ എന്താണെന്നാ, കൂർക്കാൻ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ അല്പം കൂർക്കാൻ മേടിച്ച് ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഉള്ളി, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേക്കാം. ഇവിടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടാതെ ഒരു അല്പം മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ചതച്ച മുളകാണ് കേട്ടോ. ഇത് ഞാനൊരു പാക്കറ്റ് ചതച്ച മുളക് മേടിച്ച് അതിട്ട് കൊടുക്കാം അല്പം. ശരിക്കും ചതച്ച മുളകാണ് ഇടേണ്ടത് കൂർക്കാക്ക്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂർക്കായിട്ട് കൊടുക്കാം. നമ്മുടെ കൂർക്ക നോക്കാട്ടോ, ഇടക്കിനെ ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ കൂർക്കയുടെ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ നോക്കിയിരുന്നു, ഉപ്പൊക്കെ പാകമാണ്. അങ്ങനെ നമ്മുടെ ചതച്ച മുളകിട്ട കൂർക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഒരു കഷ്ണം 1-2 കഷ്ണം മീൻ എടുക്കാം. കേര അപ്പോൾ പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കണേ കേട്ടോ. ചാറൊന്നുമില്ല അധികം. പിന്നെ കൂർക്ക മെഴുക്ക് പുരട്ടിയാണിത്. കൂർക്ക മെഴുക്ക് പുരട്ടി ഇച്ചിരി എടുക്കാം. പിന്നെ ഈ നെല്ലിക്ക, നെല്ലിക്ക കണ്ടിട്ട് എൻ്റെ കൺട്രോളൊക്കെ പോകുന്നുട്ടാ. ആ കൺട്രോളല്ല, ഇത് വേറെ ഈ കൺട്രോൾ കേട്ടാ. നിങ്ങൾ ബംഗാളിയുടെ കേട്ടാ. ഈ നെല്ലിക്ക മേട്ടൊന്ന് കടിക്കട്ടെട്ടാ, കൊതി വന്നിട്ട് വയ്യ. അതിന് ഉപ്പുംപുളിയൊക്കെ പിടിച്ച് സൂപ്പറായിട്ടോ. കാന്താരി ഉണ്ട് അതിൽ. ഞാൻ കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ വെള്ളം വരാൻ പോണത്. എൻ്റെ അമ്മോ, എല്ലാവരും കണ്ടിട്ട് ഇപ്പോഴും. അപ്പോൾ ഈ മീനൊന്ന് നോക്കട്ടെ. പുളിയൊക്കെ പിടിച്ച് നല്ല പൊളിയാണ് കേട്ടോ, പൊളി മീൻ. അപ്പോൾ കേര ഒരു അത്യാവശ്യം വലിയ കേരയായിരുന്നു കേട്ടോ. അപ്പം നല്ല പീസൊക്കെയാണ് ഞാനെടുത്ത് മാറ്റി വെച്ചത്. അതാണ് ഈ കറി വെച്ചേക്കണത്. കൂർക്ക മേടിച്ചിട്ട് കുറച്ച് നാളായിപ്പോൾ. അപ്പോൾ ചതച്ച മുളക് മേടിച്ചപ്പോൾ കൂർക്ക വെക്കണമെന്നൊരു മോഹം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൂർക്ക ചതച്ച മുളകൊക്കെ ഇട്ട് താളിച്ചെടുക്കും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. സിമ്പിൾ സ്പെഷ്യലാണ്. കേര മീൻ പറ്റിച്ചത്, കൂർക്ക മെഴുക്ക് പുരട്ടി, പിന്നെ എൻ്റെ പൊന്ന് നെല്ലിക്ക. നിങ്ങളെല്ലാവരും കഴിച്ചോ? അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.